അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം നടക്കുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ സംഘപരിവാരം നടത്തിയ മറ്റൊരു സംഗമത്തിന്റെ പേരെന്നതായിരുന്നു? ശബരിമല സംരക്ഷണ സംഗമം. അതിനകത്ത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി ആഗോള അയ്യപ്പ സംഘത്തിന് ബദലായി പന്തളത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ വാവർ ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ആക്രമണകാരിയാണെന്നും ശാന്താനന്ദ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പനെ തോൽപ്പിക്കാൻ എത്തിയതാണെന്നും വാവരുടെ ചരിത്രം തെറ്റാണെന്നും ശാന്താനന്ദ വിലയിരുത്തുകയാണ്. വാപുരൻ എന്നത് ഇല്ല പോലും. 25-30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമലയിൽ വെച്ചിരിക്കുന്നത് വാവരെയാണ്. വാവർക്ക് ശബരിമലയുമായി അയ്യപ്പനുമായി പുലബന്ധം പോലും ഇല്ല. ആ വാവർ മുസ്ലിം ആക്രമണകാരിയാണ്. അപ്പൊ ആ വാവർ അതാണെന്ന് സമ്മതിച്ചു, അത് നല്ല കാര്യം. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് അല്ലേ? ഒരു സംശയം, തീവ്രവാദി എന്തിനവിടെ കൊണ്ടുവന്ന് ഫ്രണ്ടായിട്ട് പ്രദർശിപ്പിക്കണം? നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അയാൾ പൂജ്യനല്ല, പൂജിക്കപ്പെടേണ്ടത് വാപുരനാണ്. ശാന്താനന്ദ പറഞ്ഞു. വാപുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നതാണ് ശരി. ഭക്തർക്ക് വാപര സ്വാമിയുടെ നടയിൽ തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് എരുമേലിയിൽ വാപുര സ്വാമി ക്ഷേത്രം ഉയരുന്നതെന്നും ശാന്താനന്ദ കൂട്ടിച്ചേർത്തു. ഇനി അവിടെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട്. നമ്മളെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വാപുര സ്വാമിയാണ്. അല്ല, ഇങ്ങനെ പ്രശ്നമാണ് എന്നങ്ങ് നിങ്ങളങ്ങ് ഉറപ്പിച്ച. ആക്ച്വലി ഇതെന്താണെന്ന് അറിയാമോ? പണ്ട് കാലഘട്ടങ്ങളിൽ ശബരിമലയിലേക്കൊന്നും അത്ര ആൾക്കാരൊന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ട്. അത് പക്ഷേ ദേവസ്വം ബോർഡ് വഴി ഗവൺമെന്റാണ് പോകുന്നതെങ്കിൽ പോലും ഒരുപാട് ക്ഷേത്രങ്ങൾ അനാഥമാക്കപ്പെടുകയും ആരും നോക്കാനില്ല, അത് ടേക്ക് കെയർ ചെയ്യാതില്ല, അത് ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. ക്ഷേത്രങ്ങൾ എപ്പോഴും നല്ല രസമുള്ള സംഗതിയാണ്. നമുക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനം ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. അന്യര് പ്രവേശിക്കരുത്, ചെരുപ്പിടരുത്, കാലിടരുത്, കൈയിടരുത്, കുറേ എഴുതി വെച്ചിട്ടുണ്ട് ശല്യങ്ങൾ. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. നമുക്കതൊരു സന്തോഷമുള്ളൊരു സംഗതിയായിരുന്നു. കാലത്തെയുള്ള അവിടുന്ന് കേൾക്കുന്ന പ്രാർത്ഥനാ ഗീതവും മണിയുടെ ഒച്ചയും ആ മണവും ഒക്കെ നമുക്ക് നല്ല നൊസ്റ്റാൾജിയ തരുന്ന ഒരു സംഗതിയാണ്. തർക്കമൊന്നുമില്ല, അതൊക്കെ സംഗതി ശരി തന്നെയാണ്. പക്ഷെ ഇപ്പം ഭയങ്കര ഇല്ലാത്ത കൊനഷ്ട അത്രയും ഉണ്ടാക്കി എടുത്ത് കുറേ ഗോപുരങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കി കാശ് വെറുതെ കൊണ്ട് കളയുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് മനുഷ്യനായിട്ട് പോലും മതിക്കാതെ ഈ അയിത്തം അങ്ങനെയുള്ള അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവർ സാക്ഷരതയിൽ ഉന്നതി നിൽക്കുന്നവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. നമ്മൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. ഓരോരുത്തരുടെയും അവരവരുടെ വിശ്വാസങ്ങൾ അവരവർക്ക് വലുത് തന്നെയാണ്. അത് ആരായിരുന്നാലും ഏത് കമ്മ്യൂണിറ്റി ആയിരുന്നാലും അവരവരുടെ വിശ്വാസം വലുത്. അതിനകത്ത് വേറെ ആരും കുത്തിക്കയറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് മിക്സഡ് ആയിട്ട് താമസിക്കുന്ന അത്രത്തോളം, അപ്പം നമ്മൾ മൊത്തം ഇന്ത്യയെ എടുത്തു നോക്കിയാൽ കേരളമാണ് ശരിക്കും റോൾ മോഡൽ എന്ന് ഞാൻ പറയും. തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെയില്ല. ഇത്രയും മിക്സഡ് ആയിട്ട് താമസിക്കുന്ന നമ്മളേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനായിട്ട് കുറേ അധികം സ്റ്റേറ്റ്സ് ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന്. ഇപ്പോൾ മലബാറിൽ അങ്ങനെയാണ് എന്ന്. പക്ഷെ അവിടെ പോയി നോക്കിയാലും മിക്സഡ് ആയിട്ട് ആളുകൾ താമസിക്കുന്നതാണ്. നല്ല മിക്സ് ആയിട്ട് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് അറിയുന്ന കാര്യം പറയുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് മറ്റൊരു കമ്മ്യൂണിറ്റിയായിട്ട് വലിയ ഇതൊന്നും പോകാറില്ല. അവരവരുടേതായ ഒരു സഭ, അവരവരുടേതായ ഒരു കാര്യം, അങ്ങനെ നിൽക്കുന്നവരാണ്. ഒരിക്കലും ഈ മിക്സായിട്ട് നടക്കുന്ന ഒരു പരിപാടി അങ്ങോട്ടൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ അത് അങ്ങോളമുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പാലിച്ചു പോരുന്നത് കേരളീയർ തന്നെയാണ്. അവർ ജാതി മതമൊന്നും നോക്കാറില്ല, പറയാറില്ല, സഹായിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നാളിതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. ഈ നമ്മക്കിടയിലേക്ക് കുത്തിത്തിരിപ്പും കൊണ്ട് അവന്മാർ വരുന്ന വാവര സമയം കൊണ്ടാണ്. എൻ്റെ പൊന്നു വാണ കുറ്റികളെ, ഞങ്ങൾക്ക് വാവരണന വേണ്ട, നിങ്ങളെടുത്തോണ്ട് പോയി. നിങ്ങൾക്ക് വേണ്ടാന്നേ. ഒന്നാമത് ഈ ശബരിമലയിലേക്ക് ആളുകളെ ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ട് മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും കൂടെ അഭിമതനാക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതുകൊണ്ട് എൻ്റെ ചെറിയ നാളിൽ എൻ്റെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ പോകും കേട്ടോ, മലയ്ക്ക് പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ്. മലയ്ക്ക് പോകും അവിടെ, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവർക്ക് മലയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മലയ്ക്ക് പോകുന്നത് ഒരു വലിയ സംഭവമാണ്. പിന്നെ ഈ മലയ്ക്ക് പോയിട്ട് വരുന്ന സ്വാമിമാർ അതുവരെ നമ്മളൊന്നും പറയത്തില്ല. പക്ഷെ അവിടുന്ന് ഒന്ന് മാല ഉരി കഴിഞ്ഞാൽ തെറിയെടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം, ഞങ്ങൾക്ക് വള, മാല, പൊട്ട് ഇതൊക്കെ അവിടുന്ന് തന്നെ കൊണ്ടുവരുന്നത്. അത് ഒരെണ്ണം നിർബന്ധം. എത്ര പിച്ച് പുറക്കി പോയാലും ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് കൊണ്ടുവരിക എന്നുള്ള അവിടുത്തെ നാട്ടിലെല്ലാ പെൺകുട്ടികൾക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് സ്വാമിമാരൊക്കെ. അപ്പോൾ എന്തൊക്കെ ഒരു വലിയ നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് അത് അത്രയും വിശദമായിട്ട് പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ആർത്തുങ്കൽ പള്ളിയിലിരിക്കുന്ന ആള് ശിവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃഷ്ണനല്ല വിറയ്ക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അങ്ങേരിരുന്നുകൊണ്ട് പറഞ്ഞു
അവസാനം ഈ ഹിന്ദു തീവ്രവാദ മനോഭാവമുള്ള കുറേ ആൾക്കാർ അങ്ങോട്ട് ചെന്ന് കുത്തികയറിക്കൊണ്ട് ചെന്ന് അവിടെ പങ്കായം എടുത്ത് അടിച്ചോടിച്ചെന്നാണ് അറിവ്. അവിടെ ഇരിക്കുന്ന അവർക്ക് അവരുടെ വിശ്വാസം വലുതാണേ, അവർ വിട്ടുകൊടുക്കൂലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ പോക്കർത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ട് മതങ്ങൾ തമ്മിൽ അടിക്കും, അലശണ്ടയും വഴക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഈ വാവൂർ സ്വാമിക്ക് കിട്ടുന്ന കുറച്ച് കാശ്, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ആളുകൾ നേർച്ച പോലെ പണം ഇടും. അപ്പോൾ ആ പണം അത് അവർക്ക് മുസ്ലിം സമുദായത്തിന് കിട്ടുന്നു എന്നുള്ള കുത്തിക്കഴപ്പാണ് ഈ പറയുന്നത്. മണ്ടന്മാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൽ 32% മുസ്ലിംസാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾ 90% പണക്കാരാണ്, നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യരാണ് മുസ്ലിംസ്. 10% മാത്രമേ ഉള്ളൂ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നത്. മറ്റ് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്തൊരു പ്രിവിലേജ് അവർക്കുണ്ട്. അവർ തീരുമാനിക്കണം. കാരണം ബിസിനസ്സിലൊക്കെ അവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് വാവൂർ സ്വാമിയുടെ പൈസ വേണ്ട, വാവൂർ സ്വാമിയുടെ കാശ് കിട്ടിയിട്ട് അവർക്ക് ഒന്നും ചെയ്യാനുമില്ല. അങ്ങനെ ദർഗകളിലെ പണം കൊണ്ട് ജീവിക്കുന്നവരല്ല മുസ്ലിംസ്, അവർ സമ്പാദിക്കുന്നവരാണ്, സമ്പാദ്യശീലമുള്ളവരാണ്. അത് പറഞ്ഞല്ലോ, ഈ ഒരു 10 മക്കൾ ഉണ്ടെന്ന് വെക്കുക, ഇനി പോട്ടെ 2 ഉള്ളോളെന്ന് വെക്കുക, 1 ഗവൺമെൻറ്റിൽ പോകും, 1 ഈ കച്ചവടം കൊണ്ട് പോകും. കച്ചവടത്തിൽ താല്പര്യം കൂടുതൽ കാണിക്കുന്ന ആൾക്കാരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ. അവർക്കതാണ് താല്പര്യം, ട്രേഡ് ആൻഡ് ടൂറിസം തന്നെയാണ് അവർ താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ നോക്കി എന്തിനാണ് ഈ കൂക്ക് വിളിക്കുന്നത്? അതൊക്കെ നിങ്ങൾ നോർത്തിലോട്ട് പോയി കിടന്ന് കാണിച്ചാൽ നടക്കും. ഇവിടെ കാണിച്ച ആളുകൾ ചിരിക്കും. വാവര വേണോ, എടുത്തോട്ട് പോയി, ഞങ്ങൾ വേണമെങ്കിൽ കുഴി തോണ്ടി എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് തരാം, കൊണ്ടുപോയിക്കോളി. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഐഡോൾ വർഷിപ്പ് മംനൂൻ ഹേ എന്ന് വെച്ചാൽ നിരോധിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഐഡോൾ വർഷിപ്പ് ചെയ്താൽ ഷിർക്ക് ഹേ, ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകുറ്റവും ഭയങ്കര കുഴപ്പമാണ്, അത് പിന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും ചെയ്യത്തില്ല. അതേ സെയിം സംഗതി തന്നെയാണ് ക്രിസ്ത്യാനിറ്റി. ഇനി അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ചിലരും ത്രികോണ ദൈവം എന്ന് പറയും, ചിലപ്പം ത്രിദേക ദൈവം എന്ന് പറയും, ചിലർ പറയും ഒന്നേ ഉള്ളോളെന്ന് പറയും, യേശപ്പം മാത്രം ഉള്ളോളെന്ന് പറയും. ഇപ്പോൾ എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും ഈ പറയുന്ന രീതി വലിയ പ്രിവിലേജ് അല്ലെ പ്രസ്റ്റീജ് ഒന്നും ഈ സാധനത്തിലില്ല. അങ്ങോട്ട് ചെന്ന് കയറി അവർ അടിയേരും. കാരണം ആർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ട് അത് ശിവനാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പങ്കായം എടുത്ത് അറിഞ്ഞ് 6 പാരിയൊക്കെ അടി വെറ്റിക്കും. നിങ്ങളെ ഒരു തർക്കവും വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിക്കുന്ന കുത്തിത്തിരിപ്പും വകതിരിപ്പ് കേടും കൊണ്ട് ഈ പറയുന്ന സംഗതികൾ ഇങ്ങോട്ട് തള്ളി കയറിയ ഇവിടെ ഉള്ളവർ ആറഞ്ചം പുറഞ്ഞ അടി തരുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും പന്തളം രാജ കുടുംബത്തിലെ അംഗം പോയി ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് യുവമാരുടെ ശല്യം സഹിക്കാൻ വയ്യായിട്ട്. ഈ പന്നകളവന് ഭ്രാന്താണ് കേട്ടാ. ഇങ്ങനെ ഏതെങ്കിലും കുഴി കൊണ്ടുവയ്ക്കേണ്ട സമയം കഴിഞ്ഞു പോയി. ഇങ്ങനെ കുറെ കാവ്യം എടുത്തോണ്ട് വന്ന് ഇല്ലാവചനവും പൊല്ലാവചനവും പറയണം. ഇങ്ങനെയുള്ള കുറേ വെടലകൾ കാരണം, ഈ വധൂരികൾ കാരണം സമൂഹത്തിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ നമ്മളുടെ പിന്മുറക്കാരോട് സംസാരിക്കുക, അവർ നമ്മളോട് പറഞ്ഞു തരും. ഇവിടെ ആയിത്തം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇസ്ലാം കമ്മ്യൂണിറ്റി 32, മറ്റത് 23%. ഏത് ഈഴവ കമ്മ്യൂണിറ്റി. അവരാണ് ശരിക്കും പറഞ്ഞാൽ നവോത്ഥാനം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത വ്യക്തികളായിരുന്നു പറഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് സപ്പോർട്ടീവായി നിന്ന് അവരുടെ ഏറ്റവും നല്ല സൗഹൃദത്തിലുണ്ടായിരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുമാണ്. ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് യുണൈറ്റഡ് ആഡിയാന്ന് ചിന്തിച്ചു നോക്കിയാണ് ലവന്മാർക്ക് കുത്തിക്കിഴപ്പ് വരും. ഇവിടെ മെയിനായിട്ട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വയ്ക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംവരണത്തിൻ്റെ കേസ് തന്നെ എടുത്തു നോക്കുക. സംവരണം മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഈ താഴ്ന്ന ജാതിക്കാരെന്ന നിലയിൽ അടിച്ചു താക്കപ്പെട്ട കുറേ മനുഷ്യരും ഫിനാൻഷ്യലി സൗണ്ട് അല്ലാതാകുന്നതിൻ്റെ റീസൺ തന്നെ അവരെ ഇകഴ്ത്തി മാറ്റി അയിത്തം പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ ഈ ആദിവാസി സമൂഹം അങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷ സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സംവരണം ഏർപ്പെടുത്തും. ഇപ്പം 1000 പേരുടെ പോലീസ് ജോബ് ഓഫർ വന്നിരിക്കുകയാണ്. അതിൽ ഇത്ര ശതമാനം ആ പാവങ്ങൾക്ക് അങ്ങ് നീക്കി വെക്കും. അതിൽ നിന്നുള്ള ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എടുക്കും. ആ ഒരു പ്രത്യേക സംവരണത്തിൻ്റെ പേര് നീക്കി വെച്ചിരിക്കുന്ന തസ്തികകൾ അവർക്ക് കൊടുക്കും. ഇതാണ്. അപ്പോൾ ഇതാണ് സംവരണം. ഈ സംവരണത്തിനെതിരെ സവർണ സംവരണം 10% കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതായത് ബാക്കി എല്ലാവരും ഇത്ര ശതമാനം ഈ സംവരണത്തിന് പോകുമ്പോൾ ബാക്കി വരുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് PSC ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി ആർക്കാണോ റാങ്ക് കൂടുതൽ അവരെ ആ അടിസ്ഥാനത്തിൽ അവർക്ക് ജോബ് കിട്ടി പോകും. അങ്ങനെയാണ് സർക്കാർ ഉദ്യോഗങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ പോരാ, ഈ വിഭാഗത്തിന് കിട്ടുന്ന അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സവർണ സംവരണം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നോ? OBC കാറ്റഗറി ഈഴവാസം തൊട്ട് താഴോട്ടാണ്, അതിൻ്റെ മുകളിലോട്ടുള്ളവരൊക്കെ സവർണരാണ്, അവർണരാണ്. ഇവിടെ എന്ത് മാറ്റപ്പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. വാവരെയാണോ മാറ്റേണ്ടത്? അവർണർ, സവർണർ, ഈ സംവിധാനം ഇവിടെ വേണ്ട എന്ന് വെക്കുകയല്ലേ വേണ്ടത് സത്യത്തിൽ. അതിനെപ്പറ്റി ചിന്തിക്കാനേ സമയം കൊടുക്കില്ല. കാരണം ഇവർക്ക് നല്ലപോലെ അറിയുന്ന ഈ സവർണർ എന്ന് പറയുന്ന ഈ ജനതയ്ക്ക് നല്ലപോലെ അറിയുന്ന ഒരു കാര്യമാണ്, ഈ ഈഴവ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയും കൂടെ ഒന്നായി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ വാല്യൂ ഉണ്ടാവില്ല. അതായത് 10 എണ്ണം കയറി ഇവിടെ കുത്തിയിരിക്കുന്ന കണ്ട
ഈ ഒരു ഈഴവ സമുദായത്തിലെ വ്യക്തിയാണ് അവിടുത്തെ മുഖ്യനെങ്കിൽ പോലും ആ മുഖ്യന്റെ അണ്ടറിലുള്ളതിൽ 10 സവർണരാ. മനസ്സിലാകുന്നുണ്ടല്ലോ? മെയിനായിട്ട് നിങ്ങൾ നോക്കുക, എവിടെയും അങ്ങനെ തന്നെ സവർണർ തന്നെയാണ്. സവർണരുടെ ആധിക്യം കൊണ്ട് നിൽക്കാനും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ശതമാനത്തിൽ ഇവരെത്രയാ? 12%. അപ്പോൾ ആ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കരുത്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തരുത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പിടിവള്ളി പോകും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ OBC കാറ്റഗറിയിലുള്ള ഒരു മനുഷ്യൻ നമ്മളുടെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് പോലും സവർണ സംവരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 8-6% മാത്രമാക്കപ്പെടുമ്പോൾ പൂർണ്ണമായ, അതായത് ഏറ്റവും ഉച്ചഘട്ടത്തിലുള്ള 10% തന്നെ പാസ്സാക്കി കൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തിയ ഒരു സംഘി അനുകൂല സർക്കാരായി ഇവിടെ നിലകൊള്ളുന്നത്. അവരിതിൻ്റെ അപ്പുറവും കാണിക്കും. അയ്യപ്പനെ കൊണ്ട് വന്ന് കോൺഗ്രസ് കഴിഞ്ഞവണ ജയിച്ചാൽ ഇല്ല. ഇവരെ വിചാരം അയ്യപ്പനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവർ ചെയ്തൊരു തെറ്റ് തിരുത്തുന്നതായിട്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുന്ന ഒരു മണ്ണ് കിട്ടാൻ പോലും. അയ്യപ്പനല്ല കേരളം ഭരിക്കാൻ പോണത്. അയ്യപ്പൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അനുഗ്രഹമോ ഒക്കെ വേണം, അത് വേണ്ടെന്ന് ആരും പറയത്തില്ല. പക്ഷേ അദ്ദേഹത്തിനെ വെച്ച് വോട്ട് പിടിക്കാമെന്ന് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയ പാഴ്ചിന്തയാണ് എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ അടുത്ത് ഇനി കളി നടക്കത്തില്ല. ഇതിൽ എനിക്ക് മുസ്ലിം സമുദായത്തിനോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ആൾക്കാർക്ക് തന്നെ വോട്ട് കൊടുക്കുക. അവർ വരട്ടെ, MLA-മാരായിട്ട് അവർ വരട്ടെ, അവരാണ് വരേണ്ടത്. ഇനിയും മാറി ചിന്തിക്കരുത്. അവർ മാറി ചിന്തിക്കുന്നുണ്ട്, അവർക്കിടയിൽ ആ ഒരു ചർച്ചയും നടക്കുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ അതില്ല. നിങ്ങൾ മാറി ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നതേ ഉള്ളൂ. വാവരെ എടുത്തോണ്ട് പോവേ, വാവര അവിടെ കിടത്തേ, നീ വാവര കല്യാണം കഴിപ്പിക്കേ, നീ ആ വാവര അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ആക്കേ, എന്തിട്ടാക്കിക്കോ. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം, സവർണരാ അവർണരാ ആരാകും വാവരെണ്ണ? നിങ്ങൾ മതം മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകുമ്പം അങ്ങേരെ ആരാകും എന്നുള്ളത് കൂടെ ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. വാവർ ആരായിരുന്നു എന്നും ആ ഒരു ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഞാനത് കുറേ സെർച്ച് ചെയ്തതിൻ്റെ സേവ്ഡ് ആയിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ഞാനതൊന്ന് എടുത്തിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് അത് കൂടി ശീഘ്രം കൊണ്ടുതരാം. എനിക്കറിയാം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഇതിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നിരുന്നാലും അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യത്തിൽ ഇത് തമ്മിൽ തല്ലി മൂന്നാമതൊരാൾ, അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാനുള്ള ഇവരുടെ കുശ്മല കശ്മണ്ട കുൽസിത കുത്തിക്കഴപ്പ് മാത്രമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹം ഇതിനെ അതിൻ്റെതായ രീതിയിൽ ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. ഈ ഹിന്ദു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ ഈ ഈഴവ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അതിൽ താഴ്ന്നവരോ ഒക്കെ ചേർന്ന് നിന്നപ്പോഴാണ് ഇവിടെ പല നവോത്ഥാനങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏത് സർക്കാരാണോ അവർക്കൊപ്പം നിൽക്കുക എന്നതിനപ്പുറം മതം പറഞ്ഞുകൊണ്ട് വരുന്നതിനെ ചെരുപ്പൂരി അടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമല എന്നും എല്ലാവരുടെയും ഒരു വികാരം തന്നെയാണ്. വളരെ ആഗ്രഹമാണ്. ഞാനും എൻ്റെ കുഞ്ഞിനെ വിടാറുണ്ട്. അതൊന്നും തർക്കമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പോകട്ടെ, ചെയ്യട്ടെ. അത് മതത്തിൻ്റെ പേരിലല്ല. അവിടെ ബാബർസ്വാമി ഉള്ളത് കൊണ്ടല്ല മറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്, അട്രാക്ഷന് വേണ്ടിയിട്ട് ആർത്തുങ്കൽ പള്ളിയിലെ ആ വെള്ളച്ചനെയും ഈ ബാബറിനെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചപ്പോൾ 2 കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും കൂടുതൽ അവിടേക്ക് വരും. അപ്പോൾ അതിൽ കൂടെ ഒരു റവന്യൂ വരും. അന്ന് അവർക്ക് അത് ആഗ്രഹമായിരുന്നു. ഇന്ന് അവർക്ക് റവന്യൂ കൂടുതൽ കിട്ടുന്നത് മനസ്സിലാക്കിയ ഉടനെ അവർക്ക് ഇത് വേണ്ട. അത് പാലം കടക്കോളം നാരായണ, പാലം കടന്ന പിന്നെ കോരായണ എന്ന ടൈമും കൊണ്ടുവന്നതാണ്. അപ്പം ഇതിന് കൂടുതൽ നമ്മൾ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകണ്ട. ഇത് തികച്ചും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹം ഇതിൽ നിന്ന് മാറി നിൽക്കുക. അവറ്റുള്ള അവിടെ കിടന്ന് അങ്ങോട്ട് നിന്നിട്ട് എന്തെന്ന് കുന്തവ് കാണിക്കട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനെ കൊണ്ടാണ് അവിടെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. തീവ്രവാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത മഴക്കഴുതകളെടുത്ത് എന്ത് പറയാം. പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ മുഗളർ വന്നിരുന്നു. അത് ഇതുപോലെ അധിനിവേശങ്ങൾ പണ്ടുമുണ്ട്, ഇവിടുന്നും പോയിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും പോയിട്ടുണ്ട്, ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് രാമൻ പോയല്ലേ ശ്രീലങ്കയിൽ ഈ യുദ്ധവും ബഹളവും ഉണ്ടാക്കി അവിടുത്തെ രാജാവിനെ കൊന്നത്. അത് ഭാര്യയെ കൊണ്ടുവരാനാണെങ്കിൽ പോലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അധിനിവേശം. അതേപോലെ തന്നെ ആര്യന്മാരും ചോഴന്മാരും ഒക്കെ ഇതുപോലെ പോയിട്ടുണ്ട്. ഒരു നേപ്പാൾ വരെ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഹിന്ദു സാന്നിധ്യം വരുന്നത്. അപ്പോൾ അമ്മാതിരി ഈ എല്ലായിടങ്ങളിലും അധിനിവേശങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണെന്നും അവർ ഒരു ഈ വൈദ്യർ കുടുംബമാണ് എന്നൊക്കെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനേക്കാൾ ഉപരി ബുദ്ധമതം ഇപ്പൊ ഏറ്റവും കൂടുതൽ ജപ്പാനിലൊക്കെ അല്ലേ, അവിടുന്നൊക്കെ ആൾക്കാർ വന്ന് നിങ്ങൾ ഓടിയാ പുല്ലി ഉരുകൂല. അതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫോർവേഡായ തിങ്കിങ്ങും നമ്മളെക്കാലൊക്കെ മുമ്പേ എത്രയോ കൂടുതൽ കാലഘട്ടത്തിന് മുകളിലേക്ക് എത്തി നിൽക്കുകയാണ് ജപ്പാനൊക്കെ. ടെക്നോളജി അത്രയും വികസിതമായി. അതിന്റെ കാരണം അവിടെ ബുദ്ധിസമാണ് കൂടുതലുള്ളത്. ഇതിനെ ഇവിടുത്തെ സർക്കാർ തലങ്ങളിലുള്ളവർ തന്നെ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു കാര്യം,
ഈ പറയുന്ന കോടതി, ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്നത് ആദിവാസികളുടെ സ്ഥലമാണെന്നും ബുദ്ധമത വിഹാര കേന്ദ്രമാണെന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന ഒരു അരയൻ്റെ ഇതാണ് എന്നും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ എൻ്റെ വീഡിയോ ആയിട്ടാണുള്ളത്. ഞാനത് കട്ടപ്പി എടുത്തിട്ട് ഞാൻ റീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കൃത്യമായി ഞാൻ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചരിത്രങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയ 10 പേര് നിന്ന് വട്ടം ചാടി നിന്ന് കഥ പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന കുത്തി കിഴപ്പേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സിയ പവലാണ് ഈ രീതിയിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടെന്ന് പറയുന്നത്, ട്രാൻസുകൾ തമ്മിൽ ചേർന്നിട്ടുള്ള കുഞ്ഞ്. ഇപ്പോൾ ട്രാൻസ്ജെൻസിന് ഉണ്ടായ കുഞ്ഞെന്ന് എന്നാണല്ലോ അയ്യപ്പനെ നമ്മൾ അറിയപ്പെടുന്നത്. രണ്ടുപേരങ്ങനെയാണല്ലോ. ട്രാൻസ്ജെൻസ് അല്ല, ഒരാൾ ട്രാൻസ്ജെൻഡറാണ്, അപ്പം മറ്റേ ആൾക്ക് നോർമൽ, അങ്ങനെ ഉണ്ടായതാണ് എന്നാണല്ലോ ഐതിഹ്യങ്ങൾ. അപ്പോൾ കഥകളല്ല, ശരിക്കുള്ളതാണോ അല്ലയോ, ഇത് ചരിത്രത്തിൽ എന്താണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണ ബോധ്യമാവും. യുക്തിവാദികൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. യുക്തിവാദികളെ ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ അവരുടെ അടുത്ത് കളഞ്ഞ അയ്യപ്പ സംഗമം കൊണ്ടുവന്ന അവർക്കെതിരെ ഇപ്പുറത്തൊരു സംഗമം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതൊക്കെ ന്യായം തന്നെയാണ്. ശക്തിയായി പ്രതിഷേധിക്കുക, പ്രതിഷേധങ്ങൾ നല്ലതാണ്. പക്ഷെ ഇല്ലാവചനവും കൊല്ലാവചനവും പറഞ്ഞ് ഇസ്ലാം കമ്മ്യൂണിറ്റി അവഹേളിക്കുന്നതിനോട് യോജിപ്പില്ല. ആ പ്രോപ്പർട്ടി അത് ബിലോങ്സ് ടു മുസ്ലിം തന്നെയാണ്, മുസ്ലിം കുടുംബത്തിന് തന്നെയാണ്. അതിലൊന്നും നിങ്ങൾക്ക് കയറി തൊട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. ഇനി നിങ്ങൾ മറിച്ച് തൊടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാബറി പോലെ അത് ആൾക്കാർ വിട്ടുതരികയുമില്ല. ബിക്കോസ് ഇത് കേരളമാണ്. ബാബറി മസ്ജിദ് പോലത്തെ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കി ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കേരളത്തിലുള്ളവർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു മനസ്സിലാക്കൽ അതാണ്. വെറുതെ എന്തിനാണ് അപ്പുറത്തുള്ളത് പോലെയല്ല ഇപ്പുറത്തുള്ളത്. സഹനം അങ്ങേയറ്റമാകുമ്പോൾ, അതിൻ്റെ നെറ്റിപ്പലകയിലേക്ക് ചവിട്ടി നിൽക്കുമ്പോൾ പിന്നെ അതിനകത്തിട്ട് കുത്തുകയാണെങ്കിൽ പിന്നെ അവർ തിരിഞ്ഞു കൊത്തുമ്പോൾ അനുഭവിക്കാനും കൂടെ തയ്യാറായിക്കൊള്ളുക. 10% വരുന്നവർ അല്ലെങ്കിൽ 10 അണ്ണന്മാരൊന്നും വന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് വരത്തില്ല ആ സമയത്ത്. അത് അവർക്ക് ആ യൂണിറ്റി ഉണ്ട്, മനുഷ്യത്വമുണ്ട്, ആ നന്മയുള്ളത് കൊണ്ട് അവരിതൊന്നും നോക്കുന്നത് പോലുമില്ല. അത് അവരുടെ എന്താ പറയണേ മോശപ്പെട്ട ഒരു രീതിയാണെന്നോ അല്ലെങ്കിൽ അവർ ഈ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നും വിചാരിക്കരുത്. ചിന്തയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പരസ്പര സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി സമൂഹത്തിൽ നല്ലത് വരാൻ വേണ്ടി ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളായതുകൊണ്ടാണ് അങ്ങേയറ്റം തന്തയ്ക്ക് വിളിയും തെറിവിളിയും ഒക്കെ കേട്ടിട്ടും സഹനം കൊണ്ട് അവർ അതിനെ എതിർക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും വേണ്ട എന്നുള്ളതാണ് മൗനി സ്വാമി മഹർഷിമാരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ വിഷയത്തിൽ കൂടുതൽ ഇത് വേണമെങ്കിൽ ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ എന്താ ശബരിമല അയ്യപ്പനെ എന്തൊക്കെയോ ആക്കി എന്നൊക്കെ വന്നുകൊണ്ട് പറഞ്ഞാൽ വെൽക്കം ടു UT എന്ന് മാത്രമേ എനിക്ക് അതിന് പറയാനുള്ളൂ. ഞാൻ ആ രീതിയിൽ തന്നെ അതിനെ ഫേസ് ചെയ്യുന്നതായിരിക്കും. നന്ദി.